FCRAയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. FCRA ബിൽ 2026 സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. എന്നാൽ ബില്ലിന്റെ നിർദ്ദിഷ്ട പുതിയ പതിപ്പ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണവും അതോടൊപ്പം ഭരണഘടനയുടെ മതേതര സ്വഭാവം ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമവുമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. സുതാര്യതയെയും കൃത്യമായ കണക്കെടുപ്പിനെയും എന്തിന് ഭയക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് പണം വന്നോട്ടെ, എന്തിനാണ് അതിൻ്റെ കണക്ക് കാണിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നത്? ഈ രാജ്യത്തുള്ള എല്ലാ NGOകൾക്കും പണം വരുമ്പോൾ അത് കണക്ക് കാണിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കാണ് ഈ അങ്കലാപ്പ് ഉള്ളത്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ. വാർത്തയിലേക്ക്. FCRA ബില്ല് സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിരവധി വ്യവസ്ഥകൾ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഒരു NGOയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ മുൻകാലങ്ങളിൽ നിയമപരമായി സ്വീകരിച്ച സംഭാവനകൾ ഒരു ലംഘനവും തെളിയിക്കാതെ വിദേശ സംഭാവനകളിലൂടെ സൃഷ്ടിച്ച ആസ്തികളുടെ മേൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഈ വ്യവസ്ഥയോട് കോൺഗ്രസിന് കടുത്ത എതിർപ്പാണ്. പുതുക്കൽ പ്രക്രിയയിൽ സുതാര്യതയില്ല. കാരണം സംഘടനകൾക്ക് പലപ്പോഴും വ്യക്തമായ കാരണങ്ങളോ പ്രതികരിക്കാനുള്ള ന്യായമായ അവസരമോ നിഷേധിക്കപ്പെടുന്നു. മതപരിവർത്തനം പോലുള്ള നിർവചിക്കപ്പെടാത്ത പദങ്ങൾ നിയമപരമായി അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ഏകപക്ഷീയമായ നടപ്പാക്കലിന് സാധ്യതയുണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ വിശാലമായ നിർവചനങ്ങളും കർശനമായ അനുസരണ ആവശ്യകതകളും ദുരുപയോഗം ഫലപ്രദമായി തടയാതെ യഥാർത്ഥ NGOകളെ നിരുത്സാഹപ്പെടുത്തുന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ദേശീയ സുരക്ഷ തെളിയിക്കപ്പെട്ട കേസുകളിൽ മാത്രമേ സ്വത്തുക്കൾ സ്ഥിരമായി പിടിച്ചെടുക്കാവൂ. കൂടാതെ നിയമപരമായ അപ്പീലുകളുടെ തീർപ്പിനും ശേഷം മാത്രമേ പരിമിതപ്പെടുത്താവൂവെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുമ്പോൾ എതിർപ്പിന് പിന്നിൽ പ്രീണന രാഷ്ട്രീയമെന്ന് വ്യക്തം. 2012 മുതൽ 52,159 FCRAയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളിൽ ഏകദേശം 14,455 മാത്രമേ സജീവമായി നിലനിൽക്കുന്നുള്ളൂ. FCRAയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനയ്ക്ക് ശേഷം ഈ വ്യവസ്ഥകൾ പുനർപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന നിലപാടാണ് കോൺഗ്രസിന്. എന്നാൽ സുതാര്യത കൊണ്ടുവരുന്നതിനെ എന്തിനു ഭയക്കുന്നുവെന്നാണ് സർക്കാരിന്റെ ചോദ്യം. ജനം, ഡൽഹി.